Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evica. നമ്മുടെ ഈ കൊല്ലത്തെ അതായത് 2022 ആദ്യത്തെ ഇവൻറ്റ് ഈ പറഞ്ഞ ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ചിൽ നമുക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലീക്സ് ആൻഡ് റൂമേഴ്സിൻ്റെ ഫുൾ ബ്രേക്ക് ഡൗൺ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ഈ പറയുന്ന വീഡിയോ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെ സോഫ്റ്റ്വെയറും രണ്ടാമത്തെ ഹാർഡ്വെയറുമായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആസ് യൂഷ്വൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ആപ്പിൾ TV പ്ലസിൽ പുതിയ പുതിയ കോണ്ടൻറ്റുകളും അതേപോലെ പുതിയ പുതിയ കാര്യങ്ങളും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ സോഫ്റ്റ്വെയറിലെ മാറ്റം എന്ന് പറഞ്ഞാൽ, ഇത്രയും നാളായിട്ടും നമ്മുടെ ആപ്പിൾ മ്യൂസിക് ക്ലാസിക് എന്ന പേരിൽ കുറേ റൂമേഴ്സ് ഇറങ്ങുന്നുണ്ട്. അത് ഈ ഒരു ഇവൻറ്റിലൂടെ ആപ്പിൾ ഡിസ്ക്ലോസ് ചെയ്യും. അതേപോലെ ആപ്പിൾ മ്യൂസിക് ക്ലാസിക് എന്ന ഒരു പുതിയ ആപ്ലിക്കേഷനും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മെയിൻ ഫോക്കസ് കൊടുക്കുന്നതും iOS 16.4 എന്ന ആപ്പിളിൻ്റെ ഐഫോൺ സോഫ്റ്റ്വെയറും അതേപോലെ ബാക്കി എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഒരു പുതിയ രീതിയിൽ പുതിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ കുറേയധികം ബഗ് ഫിക്സസും നല്ല റിഫൈൻഡ് ആയിട്ടും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ കുറേയധികം മാറ്റങ്ങളിലും അതേപോലെ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അതിൽ ഒന്നാമതായിരിക്കും നമ്മുടെ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ iOS 6 കീ നോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആപ്പിൾ പേ ലേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ. ഇപ്പോൾ ആപ്പിളിലെ എംപ്ലോയീസൊക്കെ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ട്രൈപ്പായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അടിപൊളിയായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ യൂസേഴ്സിനും ആപ്പിൾ പേ ലേറ്റർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിൽ അതില്ല. ഇന്ത്യയുടെ കുറേ നിയമസാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ ഇവിടെ ആ ഒരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചധികം സമയമെടുക്കും. ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിളിലെ ഒരു സേവിങ്സ് അക്കൗണ്ടും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ പേ ലേറ്ററും ആപ്പിളിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ടും ഈ പറഞ്ഞ iOS 16.4 ആപ്പിൾ ചിലപ്പോൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹാർഡ്വെയറിലേക്കാണ്. ഹാർഡ്വെയറിലേക്ക് നോക്കുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് വരാം, അല്ലെങ്കിൽ കുറച്ചധികം ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഹാർഡ്വെയറിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോഴും മാക്ബുക്കിൽ വരാത്ത അല്ലെങ്കിൽ മാക് ലൈനപ്പിൽ ഇപ്പോഴും കാണാത്ത ഒരു വിശിഷ്ട വ്യക്തിയുണ്ട്. അതാണ് മാക് പ്രോ എന്ന് പറയുന്നത്. നമ്മുടെ MKBHD വീഡിയോയിൽ ഒരു വട്ടം പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന മാക് പ്രോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇൻ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇത്രയും നല്ല മാക്കിൽ M1 M2 വരെയും റിലീസായിട്ടും ഈ പറയുന്ന മാക് പ്രോ ഇപ്പോഴും റൺ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇൻ്റലിൻ്റെ ആ ഒരു ചിപ്പിലാണ്. ആ ഒരു മാക് പ്രോയും കൂടെ ഈ ഒരു മാക് ലൈനപ്പിൽ വരുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മാക് ട്രാൻസിഷൻ പൂർത്തിയാവുന്നത്. അപ്പോൾ ഈ ഒരു 2023 തന്നെ ആപ്പിളിൻ്റെ ഈ ഒരു ഇവൻറ്റിൽ മേ ബി നമുക്ക് ഈ പറഞ്ഞ മാക് പ്രോ സിലിക്കൺ ബേസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അടുത്തതും നമ്മുടെ ഈ പറഞ്ഞ ഹാർഡ്വെയർ ഒരു മാക് ലൈനപ്പിൽ വരുന്നതാണ്. മാക്ബുക്കിൻ്റെ ഒരു എയർ 15 ഇഞ്ചിൻ്റെ ഒരു എയർ റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. അതിൽ രണ്ട് റൂമേഴ്സാണ് കേൾക്കുന്നത്. ഒന്നാമത്തത് നമുക്ക് ഈ പറയുന്ന സെയിം M2യുടെ തന്നെ ഒരു 15 ഇഞ്ച് മാക്ബുക്ക് ആയിരിക്കും ഈ പറയുന്ന ആ ഒരു റിലീസിൽ വരാൻ പോകുന്നത്. രണ്ടാമത് പറയുന്നത് ഒരു 15 ഇഞ്ചിൻ്റെ മാക്ബുക്ക് എയർ കംസ് വിത്ത് M3 സിലിക്കൺ ആൻഡ് ആർക്കിടെക്ചർ ബൈ 3 നാനോമീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു മാക്ബുക്ക് എയറിലും രണ്ട് ലീക്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ 15 ഇഞ്ചിൻ്റെ ഒരു മാക്ബുക്ക് എയർ ആയിരിക്കും. അതിൽ ഒന്നെങ്കിൽ M2 തന്നെ ആയിരിക്കും റൺ ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആപ്പിൾ ഇപ്പോൾ ഓൾറെഡി M2 എയർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 15 ഇഞ്ചിൻ്റെ മാക്ബുക്ക് എയർ വരികയാണെങ്കിൽ അതൊരു M3 സിലിക്കൺ ചിപ്പിലേക്ക് പോകാനായിരിക്കും ചാൻസ്. അതും 3 നാനോമീറ്ററിൻ്റെ ആ ഒരു ആർക്കിടെക്ചറിൽ. നമ്മുടെ ഈ പറഞ്ഞ M2യുടെ ഒക്കെ സൈസ് നമുക്കറിയാം, ഇത്രയേ ഉള്ളൂ. ആ പറഞ്ഞ നിങ്ങൾക്ക് കാണാൻ പറ്റും
ഇത്രയേ ഉള്ളൂ കറക്റ്റായിട്ട് പറഞ്ഞാൽ ആ ഒരു M2ൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതും 5 നാനോമീറ്റർ. അപ്പോൾ 3 നാനോമീറ്ററിൻ്റെ ഒക്കെ സൈസ് ആലോചിച്ച് നോക്കി. അത്രയും ചെറിയ ചിപ്പാണ് അത്രയും വലിയ ഹാർഡ് കോർ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും ചെയ്യുന്നതെന്നും നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആപ്പിൾ അങ്ങനൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ സിലിക്കൺ ചിപ്പിൽ, അതായത് ആപ്പിളിൻ്റെ M സീരീസിൽ നല്ലൊരു ജമ്പ് ആപ്പിളിന് ലഭിക്കും. ഇനി പറയാൻ പോകുന്ന ഒരു ബോണസ് ടിപ്പാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഈ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ വാച്ചുകൾക്കായിട്ട് കുറേയധികം ബാൻഡുകൾ ആപ്പിൾ റിലീസ് ചെയ്യും. അത് ഏതെങ്കിലും ഒരു പുതിയ ടൈപ്പായിട്ടുള്ള ഒരു ബാൻഡ് ആയിരിക്കും. അതേപോലെ തന്നെ കുറേയധികം ഫോണിൻ്റെ കേസുകളും ആപ്പിൾ റിലീസ് ചെയ്യും. അതും ഈ ഒരു ഇവൻറ്റിന് ശേഷം ആപ്പിൾ ചിലപ്പോൾ റിലീസ് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലുള്ള ആപ്പിളിൻ്റെ കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ പുതിയ ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.